അനേകം അടരുകളുള്ള ഒരു കാവ്യം പോലെയാണ് ശ്രീനിവാസന്റെ ജീവിതം. സിനിമയുടെ വിവിധ തലങ്ങളിൽ കാലാതീതമായ പാദമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. ഗുരുതരമായ രോഗാവസ്ഥ പിന്നിട്ട് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം വിശദമായി സംസാരിക്കുന്നത് മാതൃഭൂമി ന്യൂസിനോടാണ്. സാറിന്റെ സ്വന്തം നാടായ തലശ്ശേരിയിലാണ് നമ്മള്, അല്ലെ? തലശ്ശേരി ഇപ്പൊ സ്വന്തം നാടാണോ അല്ലെങ്കിൽ തലശ്ശേരിയിലെ ഒരു അതിഥിയാണോ? തലശ്ശേരി എന്ന് പറയുന്നത് സ്വന്തം നാട് തന്നെയാണ് എപ്പോഴും. നമ്മൾക്ക് ജനിച്ച നാട് എന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ കാലം കഴിഞ്ഞ നാടും എന്ന് പറയുന്നത് തലശ്ശേരിയാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ളത് തലശ്ശേരിയിലാണ്. അപ്പം ഇവിടെ റിലീസ് ചെയ്യുന്ന ആ ദിവസം തന്നെ 3 സിനിമയൊക്കെ ഒരു ദിവസം കാണും. ആ, അപ്പോൾ ഒരു തപസ് പോലെയാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട്. അവിടുന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് അന്ന് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന്, കാശ് വളരെ കുറവായിരിക്കും. അപ്പോൾ ബസ്സിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചായ കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഓട്ടമാണ്. ഓട്ടം സമയത്തിന് എത്തണ്ടേ, അപ്പൊ ഓടും. ഭയങ്കര ഓട്ടം. ഞാനത് കൊണ്ട് കുറേ കാലം എൻ്റെ ശരീരമൊക്കെ ഞാൻ ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഓട്ടം കാരണം തിരിച്ചോടും. തിരിച്ച് പിന്നെ സ്പീഡ് കുറച്ചിട്ട് ഓടിയാൽ മതി. രാത്രി ലേറ്റ് ആവുമല്ലോ സിനിമ കഴിയുമ്പോൾ. സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റക്ക് നടന്നിട്ട് പോകുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും വിചാരിക്കാൻ കുറേ പ്രയാസമുണ്ട്. കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ പേടിയുണ്ടായിട്ട് കാര്യമില്ല, എങ്ങനെയാലും പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അന്ന് മെലിഞ്ഞിരിക്കുന്നതല്ലേ ഈ ഓടിയിട്ട്. അതെ. പക്ഷെ അങ്ങനെ മെലിഞ്ഞിരുന്ന ഒരാളോട് ഏതോ ഒരു ജോത്സ്യൻ വല്ലതും പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ സിനിമയിലെത്തും, സിനിമയിൽ 1-ൽ കൂടുതൽ ജോലി ചെയ്യുമെന്നും. അതെ, അല്ലേ? അന്ന് വിശ്വസിച്ചിട്ടുണ്ട്? അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അന്ന് എനിക്ക് ഈ ജ്യോത്സ്യന്മാര് ഇങ്ങനെയൊക്കെ ആളുകളോട് പറയുന്നത് അവരുടെ വയറ്റപ്പിഴപ്പാണ്, അല്ലാതെ ഇത് ആരെ പറ്റിയാണോ പറയുന്നവർക്ക് വേണ്ടി പറയുന്നതല്ല എന്നൊക്കെയാണ് നമ്മൾ ദൃഢമായി വിശ്വസിച്ചിരുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ വായനയുണ്ട്. ഇത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ ഒരു കൈരേഖ ശാസ്ത്രജ്ഞൻ എന്നിട്ട് ഒരു തുണി മറച്ച് കെട്ടിയിട്ടുള്ള ബോർഡൊക്കെ ഉണ്ട്. ആ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയത് വേറൊരാളാണ്. ഞാൻ ഇങ്ങനെ കൈരേഖ നോക്കുന്ന പരിപാടി പോലും എനിക്കില്ല. അപ്പം അതിനു മുമ്പ് ചിലപ്പോഴൊക്കെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ കൂത്തുപറമ്പിലൂടെ ചില കൈരേഖ ശാസ്ത്രജ്ഞന്മാർ അവിടെ ഇങ്ങനെ നിന്നിട്ട് പറയും. ഒരിക്കലും ഒരുത്തൻ എന്നോട് പറഞ്ഞു, ഒരു നിമിഷം നിങ്ങളറിയാതെ ഒരു പെൺകുട്ടി നിങ്ങളെ പ്രേമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അറിയാതെയും അറിഞ്ഞിട്ടും ആരും പ്രേമിക്കുന്നില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ആരും എന്നെ പ്രേമിക്കാൻ ധൈര്യപ്പെടില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അപ്പം തന്നെ നടന്നുപോയി. അപ്പോൾ അതുപോലത്തെ ഒരാളായിരിക്കും ഈ ആളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇയാൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, സത്യമാണ്. നമ്മൾ അന്ന് വിശ്വസിച്ചില്ല. ചിന്താവിഷയ ശ്യാമള എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ വഴിക്ക് അമ്മയുടെ വീട് മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വഴിക്ക് പോകുമ്പോൾ ഇയാൾ ഇരുന്നിരുന്ന സ്ഥലം വളരെ ശൂന്യമായി കിടക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇയാളെ ഞാൻ തിരിച്ച് എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ വല്ലാതെ അസ്വസ്ഥനായി. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇതെന്താണിത്? ഇതാണോ ദൈവം? ഇതാണോ? ഭയങ്കര കൺഫ്യൂഷനായി. നമ്മൾ വിചാരിക്കുന്നത് അതുവരെ ഞാൻ എന്തൊക്കെയോ എൻ്റെ കഴിവ് കൊണ്ട് ചിലതൊക്കെ ചെയ്തു. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ സിനിമയ്ക്ക് തിരക്കഥകൾ എഴുതി, സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ
ഇതൊക്കെ ഇദ്ദേഹം മുൻകൂട്ടി പറഞ്ഞു. മുൻകൂട്ടി പറഞ്ഞത് പ്രവചനശേഷി എന്ന് പറയുന്ന സംഭവം ഇയാൾക്കുണ്ടാവാം. പക്ഷെ തീരുമാനിച്ചത് ഇയാളാണ്. അത് വേറെ ഏതോ ഒരാളാണോ അല്ല ഈ പിന്നെ ഒരു വിധിയാണോ അത് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ആളെ കണ്ടു. പിന്നീട് അയാളുടെ മകനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അയാൾ മരിച്ചു പോയിരിക്കുന്നു. 56-ാമത്തെ വയസ്സിൽ ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ മരിച്ചുപോയി. അപ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹം പള്ളുരുത്തിക്കാരനാണ്. ഇയാൾ കൂത്തുപറമ്പ് പോലെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ കുറേ ദൂരെയാണ്. എന്തിനാ അദ്ദേഹം അവിടെ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അത്രേ പലപ്പോഴും ഈ മകൻ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയും നാട്ടിലുള്ള ആൾക്കാർ നല്ലവരാണ്, അതുകൊണ്ട് ഞാൻ അവിടെ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പോകേണ്ട കാര്യമില്ല. കാരണം ഈ വീട്ടിൽ തന്നെ നിരവധി ആൾക്കാർ വരും അത്രേ. ആരോട് പറഞ്ഞത് എല്ലാം ശരിയായിട്ടേ ഉള്ളൂ, എല്ലാം ശരിയാവും. അതുകൊണ്ട് ഈ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പോൾ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ചെന്നിരിക്കേണ്ട കാര്യമൊന്നും പുള്ളിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൂത്തുപറമ്പെന്ന് പിച്ചും പേയും പറയുന്ന ഒരാളായിട്ടാണ് അയാൾ വീട്ടിലേക്ക് വന്നത് ഒരു തവണ. അപ്പോൾ എന്തോ മാനസിക രോഗമാണെന്ന് ഉള്ള ധാരണയിൽ ഇവർ പലയിടത്തും കൊണ്ടുപോയി. അങ്ങനെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇദ്ദേഹത്തിന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി കോമയിലായി, പിന്നെ ഉണർന്നിട്ടേയില്ല, അങ്ങനെ മരിച്ചു. അപ്പോൾ അയാളുടെ കഥ തന്നെ ഒരു വല്ലാത്ത കഥയാണ്. ഈ പ്രവചനശേഷിയുള്ള ആളുടെ അവസ്ഥയാണിത്. ഇത് വല്ലതും ഇദ്ദേഹത്തിന് മുൻകൂട്ടി കാണാൻ പറ്റിയോ? കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനൊരു ദുരന്തത്തിന് ഇയാൾ നിന്നു കൊടുക്കുമായിരുന്നു. നമുക്ക് ഒരു വിധത്തിലും നമുക്ക് പിന്നെ നിർവചിക്കാനോ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കാനോ പറ്റാത്ത വിഷയങ്ങളിൽ പെട്ടാണ് ഇതൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് ഈക്വിലിബ്രിയം എന്നാണ്, സന്തുലിതാവസ്ഥ എന്നൊക്കെയാണ് പറയുന്നത്. അത് ചില ആൾക്കാർ ദൈവം എന്ന് പറയും, അല്ലെങ്കിൽ ഇതൊക്കെ ദൈവം മുൻകൂട്ടി തീരുമാനിച്ചാണെന്ന് പലരും അങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്യാറ്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവം അങ്ങനെ സർവശക്തനാണോ? സർവശക്തനാണെങ്കിൽ ദൈവം എന്തിനും നല്ല മനുഷ്യരെയും ചീത്ത മനുഷ്യരെയും ഉണ്ടാക്കും? നല്ല മനുഷ്യന് മാത്രം പോലെ. എവിടെയാണ് ദൈവത്തിൻ്റെ റോൾ എന്താണ്? ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതൊന്നും വേണ്ട, നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ചിന്താവിഷ്ട ശ്യാമള എന്ന് പറയുന്ന സിനിമയിൽ ദൈവത്തിനെ പറ്റിയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു. ഇയാൾ മലക്ക് പോയി തിരിച്ചു വന്നിട്ടൊക്കെ ദൈവം നന്മയാണ്, നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തിയാണ് ദൈവം, അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ദൈവം. നമ്മളിൽ തന്നെയാണ് ദൈവമുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ പലപ്പോഴും പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരിക്കലും ദൈവം ഇല്ല എന്ന് പറയില്ല എന്നാണ്. അഥവാ ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവം തരാൻ ഇടയുള്ള ആനുകൂല്യങ്ങൾ ഞാൻ വേണ്ടെന്ന് വെക്കണം. എങ്ങാനും ഉണ്ടെങ്കിലോ. പക്ഷെ ദൈവത്തിൻ്റെ പേരിൽ ആ വിഷയം വെച്ചുകൊണ്ട് ഇവിടെ മതക്കാരുമായിട്ട് ചണ്ട കൂടുന്നതിൻ്റെ പരിപാടിക്ക് ഞാനില്ല എന്തായാലും. അതിനൊരിക്കലും ഇല്ല. ദൈവം അതിൽ നിന്നൊക്കെ അതീതനായിട്ടുള്ള ആളാണ്. ദൈവം മതത്തിൻ്റെ അവിടെ ഒന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാ ദൈവത്തിന് മതം എന്തിനാ? ജെറാൾഡ് റൂഡ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞിട്ടുള്ളത്, ദൈവമുണ്ടോ എന്നെനിക്കറിയില്ല, ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അന്തസ്സിന് നല്ലത്.
ഇതിപ്പോ ഒരു ഓണക്കാലമാണല്ലോ, പ്രത്യേകിച്ച് തലശ്ശേരിയിൽ നിന്ന് സാർ മാറി താമസിക്കുന്നതുകൊണ്ട് വർഷങ്ങളായി. പക്ഷെ എന്നാൽ പോലും ചെറുപ്പത്തിലെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലേക്ക് ഓണസങ്കല്പം വ്യത്യസ്തമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലത്തൊരു ഓണമൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഇഷ്ടംപോലെ പൂപ്പറിക്കാൻ പല സ്ഥലങ്ങളിലും ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരെയാണെന്ന് തോന്നുന്നു. അന്ന് അതൊക്കെ കാട് പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ചെറുവാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാനിപ്പോൾ അവിടെ പോയിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷേ അന്ന് ചെറുപ്പത്തിൽ ഞാൻ പൂ പറിക്കാൻ പോയിട്ടുണ്ട്. ഈ അത്തരം ഓർമ്മകൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മാത്രമുള്ള ഒരു കണ്ണൂർ ജില്ലയിൽ പ്രധാനമായിട്ട് ഈ ഓണം വിഷു കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആട്, കോഴി, മീൻ ഇതൊക്കെ മരിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. നോൺ വെജ് അതെ, ഇപ്പോഴുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്. അതുവരെ നോൺ വെജ് ഉപയോഗിക്കാത്ത ആൾക്കാർ വരെ ആ കാലഘട്ടമാകുമ്പോൾ ഫെസ്റ്റിവൽ ആണല്ലോ. അതെന്താ കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഐശ്വര്യത്തിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ സമൃദ്ധമായിട്ട് മറ്റു പലപ്പോഴും കഴിക്കാത്ത കാര്യങ്ങളൊക്കെ ആ സമയവും കഴിക്കണം എന്നാണ്. വേറെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല. ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെജിറ്റേറിയനാണ് ആരും. ഈ സിനിമയ്ക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ അച്ഛന് അതൊക്കെ അറിയാം? അച്ഛന് ഇഷ്ടമായിരുന്നോ? അച്ഛന് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, അച്ഛൻ സിനിമയൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ പോകുന്നതെന്ന് അച്ഛന് മനസ്സിലാവുന്നില്ല. എന്തോ ഭ്രാന്ത് തന്നെയാണ് എന്ന് വിചാരിക്കുന്നത്. ആ ഭ്രാന്ത് അവസാനിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതും മർദ്ദനമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ മർദ്ദനത്തിന് ഇരയായവനാണ് ഞാൻ. സ്ഥിരമായിട്ട് ഇത് തന്നെ പരിപാടി. അപ്പൊ ഈ ഓടിപ്പോയി സിനിമ കൊണ്ട് തിരിച്ച് ഓടി വന്നിട്ട് അടിയുമാവാം. അതൊക്കെ ഉണ്ട്. അടി പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒക്കെ ഉണ്ടാവും ഈ ഒറ്റ കാര്യത്തിന്. പക്ഷേ അടി കൊള്ളും, ഭയങ്കരമായിട്ട് വേദനയാവും. പൈസ കൈ കിട്ടുമ്പം പിന്നെയും ഇത് തന്നെ ആവർത്തിക്കും. പൈസ എവിടുന്ന കിട്ടുക? പൈസ പിന്നെ കശുവണ്ടി, നമ്മളെ വീട്ടിൽ അങ്ങനെയുള്ള കാലമുണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചാക്കൊക്കെ എടുത്തുകൊണ്ട് പോയി വെക്കും. വളം കൊണ്ടുവരുന്ന ചാക്ക് അത് കുറേ ഉണ്ടാവും. കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ പിന്നെ ഈ ചാക്കിൽ കുറേ വളമൊക്കെ ഇവിടെ നിങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്യും. അപ്പോൾ ചാക്ക് ഒഴിഞ്ഞ ചാക്കുകളുണ്ടാവും. അതിന് 10 അണയൊക്കെ കിട്ടും. അണയാണെന്ന് പൈസ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം. വിൽക്കുന്നൊന്നും അച്ഛനറിയില്ല. ഇല്ല, അതൊക്കെ മോഷണമായിരിക്കും. ഞാൻ പല സാധനങ്ങളും അങ്ങനെ എടുത്ത് വിറ്റിട്ടുണ്ട്. വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വിറ്റിട്ടുണ്ട്. അമ്മ ഒരു പാവ. അപ്പൊ അച്ഛനായിട്ടുള്ളൊരു ആത്മബന്ധം എങ്ങനെയായിരുന്നു? അച്ഛനായിരുന്നു മെയിൻ ശത്രു. ആണോ? മെയിൻ ശത്രു. ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും. രസമുള്ളൂ. ചിലർക്ക് അങ്ങനെയാണ്, ഒരു ശത്രു വേണം. ഒരു ശത്രു വേണം. ഒന്നാമത് നമുക്ക് അച്ഛനോട് സ്നേഹം തോന്നാനുള്ള കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശത്രു തന്നെ. നമുക്ക് പിന്നെ നമുക്കൊക്കെ മക്കളുണ്ടാകുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. അന്നേരത്താണ് നമുക്ക് അച്ഛൻ നമ്മളോട് എന്തൊക്കെയായിരുന്നാലും തല്ലിയിരുന്നാലും അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു. പക്ഷേ ഉള്ളിൽ നന്നാവണം എന്നുള്ള ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അച്ഛനായി കഴിഞ്ഞപ്പോഴായിരിക്കും അത് തിരിച്ചറിയുന്നത്. അത് വളരെ ലേറ്റായിട്ടേ തിരിച്ചറിയുള്ളൂ. അതാണ് പ്രശ്നം. ശ്രീനിവാസൻ എന്ന അച്ഛൻ എങ്ങനെയാണ് മക്കളോട്? താങ്കളുടെ അച്ഛനെ പോലെ ആയിരിക്കില്ല. അവര് നമ്മളിപ്പം അവര് രണ്ടുപേരും
സിനിമയിൽ വരാൻ വേണ്ടിയിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഉദ്ദേശം അങ്ങനെ ആയിരുന്നില്ല. കാരണം നമ്മളെന്താവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിച്ചു, അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവണം. മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം ഗുണം ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അത് എത്രത്തോളം അവരെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ പഠിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. വിനീത് എഞ്ചിനീയറിങ് പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് സജീവമായിട്ട് സിനിമയിലേക്ക് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ് നല്ല മാർക്കോടുകൂടി അവൻ പാസ്സായി. അപ്പോൾ ജീവിതത്തിൽ ആത്മവിശ്വാസം തോന്നാൻ ധ്യാനം എഞ്ചിനീയറിങ് പഠിച്ചതാണ്. അവൻ പാസ്സായിട്ടില്ല, പക്ഷേ സപ്ലിയാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. 4 കൊല്ലം 4-5 കൊല്ലം പഠിച്ചു. തിരുവനന്തപുരത്തൊക്കെ പഠിച്ചു. പക്ഷേ ഒരു കൊല്ലമാവുന്നതിന് മുമ്പ് ഒരു ദിവസം ഫോണിൽ ഭയങ്കര കരച്ചിൽ ഇവൻ്റെ വക. ഞാൻ ഏതോ ലൊക്കേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് ധ്യാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഒറ്റ കരച്ചിൽ ഫോണിൽ. എനിക്കിവിടെ ശരിയാവുന്നില്ല, എനിക്ക് VIT പോകണമെന്ന്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടെയാണ് എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ, അവിടെയാണ് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ. എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യം നീ കരച്ചിൽ നിർത്ത്, നമുക്ക് എങ്ങോട്ടും പോകാമല്ലോ, അതിന് കരയേണ്ട യാതൊരു ആവശ്യമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൊല്ലം അവിടെ പോയിട്ട് പിന്നെ 4 കൊല്ലം എവിടെയായിരുന്നു? വെല്ലൂരിലായിരുന്നു. വെല്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ വിനീതിനോട് പറഞ്ഞു, വിനീതൻ ചെന്നൈയിലുണ്ട്. ഞാനപ്പോൾ ഈ ആ നാട്ടിൽ ഇവന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ മദ്രാസിലേക്ക് വന്നു. അപ്പോൾ വിനീത് ചെന്നൈ തന്നെയാണ്. ഈ അവൻ ലാസ്റ്റ് ഇയറോ മറ്റാണ് ആ സമയത്ത്. അപ്പോൾ വിനീതിനോട് ഞാൻ പറഞ്ഞു, വെല്ലൂർ നമുക്ക് പോയി താമസിക്കാൻ പറ്റില്ല. അവൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് താമസിക്കാൻ തുടങ്ങിയത്. വെല്ലൂർ പോയാൽ ഒരു ആക്സസ് ഇല്ലാത്തൊരു സ്ഥലമാണ്, നമുക്ക് പെട്ടെന്ന് പല സ്ഥലത്തും പോകേണ്ടി വന്ന പറ്റാത്ത ഒരു സ്ഥലമാണ്. നീ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് എറണാകുളത്തേക്ക് വരികയുണ്ട്. ഇപ്പം മക്കൾ എത്തിപ്പെട്ട സ്ഥലത്ത് സാറ് സാറ്റിസ്ഫൈഡ് ആണോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മക്കളെ വെച്ച് സ്വപ്നം കാണരുത്. മക്കളെ കണ്ട് മാമ്പ് കൊണ്ട് മോഹിക്കരുത്. അതായത് ഏതോ അച്ഛനമ്മമാർ പലപ്പോഴും അവർക്കാവാൻ പറ്റാത്തതൊക്കെ മക്കളാവട്ടെ എന്ന് വിചാരിക്കാറുണ്ട്. മക്കളെ ഡോക്ടറാക്കണം, നമുക്കാവാനോ പറ്റിയില്ല, അതുകൊണ്ട് ഇവനെ ആക്കി കളയാം എന്ന് പറഞ്ഞിട്ട് യാതൊരു താല്പര്യമില്ലാത്തവനെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പിടിച്ച് നിർബന്ധിച്ചിട്ട് അവന് താല്പര്യമില്ലാത്ത വിഷയം പഠിപ്പിക്കും. എന്നിട്ട് അവൻ തന്നെ അറിയില്ല അവൻ ഇതാണോ പഠിക്കേണ്ടതെന്ന്. അങ്ങനെ അവൻ നിർബന്ധിതനായിട്ട് പഠിക്കും. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് പ്രൊഫസർ അപ്പു നായർ എന്ന് പറയുന്ന അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഹിസ്റ്ററി പ്രൊഫസറാണ്. അദ്ദേഹം എന്നെ വരാന്തയിലിങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് എടോ ഞാൻ എന്നോട് പറയട്ടെ ഒരു കാര്യം, നീ ഇപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, പലതും ആവശ്യമില്ലാത്തതാണെന്ന് പുള്ളി തന്നെ പറയാം. അതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഏറ്റവും താല്പര്യമുള്ള വിഷയം എന്താണോ അത് പഠിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഭാവിയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ. അതെന്താണെന്നുള്ളത് നീ ആലോചിച്ചിട്ട് നീ തീരുമാനിക്കുന്നത്. ശരിക്കും അതിന് ശേഷമാണ് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത്, എനിക്കെന്താണ് ഇഷ്ടം, എൻ്റെ ഇഷ്ടം എന്താണ്. ആ ഇഷ്ടം എന്ന് പറയുന്നത് നാടകമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ രംഗത്ത് പലതും ആവാൻ ശ്രമിച്ചിട്ട് ഞാൻ ഒരുപാട് നാടകങ്ങൾ എഴുതുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ
നാടകമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ കറങ്ങി തിരിഞ്ഞ് കാല് തെറ്റി വീണത് സിനിമയിലാണ്. സിനിമയിലാണ്. പക്ഷെ നാടകത്തിൻ്റെ ഒരു വകഭേദമാണെന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിൽ നിങ്ങൾ മൂന്നൊരു സിനിമാക്കാരാണ്. സാറിൻ്റെ അളിയനും സിനിമാക്കാരനാണ്. അല്ലാത്തൊരു ഏക വ്യക്തി സാറിൻ്റെ ഭാര്യയാണ് അല്ലേ? പുള്ളിക്കാരി നിങ്ങളുടെ സാറിൻ്റെ സിനിമകളെ വിമർശിക്കാറുണ്ടോ? അല്ല, വിമർശിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? അതായത് എൻ്റെ ഏറ്റവും മോശം സിനിമ തന്നെ അത് ന്യായീകരിക്കാനാണ് അവിടെ ശ്രമിക്കുക. ആണോ? അഭിനയ പേടിയായതുകൊണ്ടായിരിക്കും. പേടിയല്ല, അങ്ങനെ വിശ്വസിക്കാനാണ് അവർക്ക് ഇഷ്ടം. അത് നന്നായിട്ടുണ്ടെന്ന് പറയും. എഴുതിയ സിനിമകൾ എഴുതിയതായാലും അഭിനയിച്ചായാലും മോശം സിനിമകൾ എനിക്ക് തന്നെ അയ്യോ കഷ്ടമായിപ്പോയി, ശരിയായില്ലല്ലോ എന്ന് തോന്നുന്ന സിനിമകൾ അവള് എന്നെ പിന്നെ എനിക്ക് ധൈര്യം തരുന്ന രീതിയിൽ, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേ പറയുള്ളൂ. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, എന്തായാലും കുഴപ്പം, നന്നായിട്ട് നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ഇത്തിരി സെലക്ഷൻ പ്രശ്നമുണ്ട് പുള്ളിക്കാരിക്ക്. ഈ കിളിച്ചുണ്ട് മാമ്പഴത്തിലെ ഹാജിയാര് കുറെ ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ, ആ ക്യാരക്ടറും പുള്ളിക്കാരിക്ക് ഇഷ്ടം? അയ്യോ ഭയങ്കര ദേഷ്യ. അത് സഹിക്കില്ല. ഏറ്റവും ദേഷ്യമുള്ള ക്യാരക്ടറാണ്. ഈ ഞാനത് കാണുമ്പോൾ എനിക്ക് നാണക്കേട് വരുന്ന പറയാം. അതുപോലെ തേന്മാവിൻ കൊമ്പത്തിലെ ക്യാരക്ടർ, അതിനെ പറ്റിയൊന്നും കുഴപ്പമില്ല. മറവത്തൂർ കനവ്, അതൊന്നും പ്രശ്നമില്ല. ഈ ഭാര്യമാരുമായിട്ടുള്ള പരിപാടിയാണ് തീരെ പിടിക്കാത്തത്. ഏറ്റവും ഇഷ്ടം വടക്കു നോക്കി യന്ത്രം ആണ്. ഒരു പ്രളയം കഴിഞ്ഞ് അന്ന് നമ്മൾ നമ്മുടെ ഏകതാ മനോഭാവത്തെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞ് ഉടനെയാണ് ശബരിമല പോലൊരു വിഷയം കേരള സമൂഹത്തിൽ ഉണ്ടാവുകയും ജനങ്ങളെ ഇത്രമേൽ ഭിന്നിപ്പിക്കുകയും ചെയ്തത്. അപ്പം മതത്തിന്റെ ഒരു കളി ഭയങ്കര ആപത്തിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നു സാറിന് തോന്നാറുണ്ട്? രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഒരു കളിയുണ്ട് അതിനകത്ത്. ഇങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്തും വോട്ടിന് വേണ്ടിയിട്ടൊക്കെ ഇന്ന മതത്തിന് സ്വാധീനമുള്ള സ്ഥലത്ത് ഇന്നയാളെ നിർത്തിയേക്കാം, അവിടെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നിർത്തുന്നത് കാണാം. ഭയങ്കര രാഷ്ട്രീയം ഭയങ്കരമാണെങ്കിൽ അങ്ങനെ ഇത്തരം സങ്കുചിത മനോഭാവമുള്ള ആളുകളെ നിർത്തുന്ന അവസ്ഥ അവർക്ക് വരാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ അവിടുത്തെ ജനങ്ങൾ അങ്ങനെ ആക്കി വോട്ട് ചെയ്യുള്ളൂ ഉറപ്പുള്ളതുകൊണ്ടാണ്. അപ്പം മതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. മതത്തിൻ്റെ ആൾക്കാരേക്കാൾ കൂടുതൽ രാഷ്ട്രീയക്കാരാണ് ശരിക്ക് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് മതനിരപേക്ഷത എന്നൊക്കെ പറയും, വലിയ വാക്ക്, നവോത്ഥാനം, മതനിരപേക്ഷത. നിരപേക്ഷത എന്ന് പറയുന്നത് മതം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അത് നന്നായിരുന്നു. നിരപേക്ഷത എന്ന് പറഞ്ഞാൽ എല്ലാ മതവും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തമ്മിലടിക്കണം എന്നാണ് അവരുദ്ദേശിക്കുന്നത്. അതാണ് മതനിരപേക്ഷത. സാറപ്പോഴേ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള അപജയങ്ങളെ കുറിച്ചൊക്കെ പറയും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയക്കാരാണ് മതം ഉപയോഗിക്കുന്നത്, ഇങ്ങനെ പൊളിറ്റിക്സിൽ തിരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാറുണ്ട്. അതേസമയം കഴിഞ്ഞ ഇലക്ഷന് സാറിനോട് മത്സരിക്കാമോ എന്ന് ചോദിക്കുകയും രാഷ്ട്രീയത്തിലേക്ക് ഇല്ലാന്ന് പറയുകയും ചെയ്തു. എന്നാൽ പിന്നെ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒരു തിരുത്തൽ ശക്തി ആയിക്കൂടാ? നമ്മൾ ജനസേവനത്തിന് നമ്മൾ ശാരീരികമായും മാനസികമായും തയ്യാറാണോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കും. അതിൻ്റെ അത് 100% തയ്യാറാണ് എന്ന അവസ്ഥ വരുമ്പോൾ മാത്രമേ നമ്മളതിൽ ഇറങ്ങാവൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സേവനമാണ്, ജനങ്ങളെ സേവിക്കൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ജനാധിപത്യം എന്ന് പറയുന്ന കാര്യത്തിനോട് എനിക്ക് പലപ്പോഴും അഭിപ്രായ വ്യത്യാസം തോന്നാറുണ്ട്. കാരണം അഭിപ്രായ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരുപാട് പാർട്ടികൾ വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറയാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും തിരഞ്ഞെടുപ്പിന് മത്സരിക്കുകയും MLA ആവുകയും MP ആവുകയും മന്ത്രിയാവുകയും മുഖ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ നിലപാടുകളെയും
നിലപാടുകൾക്കും വിധേയരായി പ്രവർത്തിച്ചിട്ടാണ്. അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ, ഭരണത്തെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഈ പാർട്ടിയിൽ? ഒരു പാർട്ടിയിലുമില്ല. പിന്നെ എന്താണ് ഈ വിപ്ലവം? തോക്ക് കൊണ്ട് വെടിവെക്കുന്ന വിപ്ലവമാണ്. അത് ഏതെങ്കിലും ഒരുത്തൻ്റെ കയ്യിലൊരു തോക്കുണ്ടോ? ഒരു പൊട്ടാത്ത തോക്കെങ്കിലും ഉണ്ടോ? പിന്നെന്താണ് വിപ്ലവം? കത്തിയെടുത്ത് കുത്തി കൊല്ലലാണ്. അതാണോ വിപ്ലവം ജയിക്കട്ടെ എന്ന്? എന്താണ് വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയുന്നത്? ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ വിപ്ലവം ജയിക്കട്ടെ എന്നാണത്രേ. എന്തിനാണത് വിളിച്ചു പോകുന്നത്? ആരെ പറ്റിക്കാനാണ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ജനാധിപത്യത്തിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്വേച്ഛാധിപത്യമായിട്ട് ഒരു കാലത്ത് മാറും എന്ന്. അത് തന്നെയാണ് നടക്കുന്നത്. അതായത് പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, സമ്പന്നത എന്തെന്നറിയാത്ത ആളുടെ കയ്യിൽ, സമ്പന്നത എന്തെന്നറിയാത്ത ഒരാളിൻ്റെ കയ്യിൽ സമ്പത്തും അധികാരവും ഒന്നിച്ച് കിട്ടുക. അപ്പോൾ കാലിടറിപ്പോവുകയാണ്. അധികാരം എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണെന്നാണ് പറയുന്നത്. അതിനേക്കാളും വലിയ ലഹരി ഇല്ലെന്നാണ് പറയുന്നത് അനുഭവിച്ചവർ. നമുക്കൊന്നും അറിയില്ല. അതിപ്പം കേരളത്തിലെ സന്ദർഭം പ്രത്യേകിച്ചെടുത്താൽ അവിടെയും സമാനമാണ് അവസ്ഥ എന്ന് പറയേണ്ടി വരുമോ? പറയേണ്ടി വരും. ഇത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിൽ. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ പറ്റിയല്ല പറയുന്നത്. ജനാധിപത്യത്തിൽ ഈ അധികാരത്തിനും പണത്തിനും വേണ്ടിയിട്ടാണ് ടോപ്പ് ലെവലിൽ അടി നടക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്ന് വെച്ചാൽ, പ്രതിപക്ഷത്ത് ഇപ്പോൾ ഉള്ള പാർട്ടികൾക്കറിയാം ഈ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വരും. അപ്പോൾ ഞങ്ങൾ ഇത് തന്നെയാണ് പലതും ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ ഈ ഭരിക്കുന്ന ആൾക്കാർ കാണിക്കുന്ന അഴിമതിയുടെ കാര്യത്തിൽ അവർ പലപ്പോഴും കണ്ണടക്കുകയാണ് പല കേസുകളിലും. കാരണം എന്ന് വെച്ചാൽ, ഇനി ഇവരുടെ ഭരണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഇവരും കണ്ണടക്കണം ചെറുതായിട്ട്. അങ്ങനെ ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഇടപാടുണ്ടല്ലോ, മൊത്തത്തിൽ ജനങ്ങളെ പറ്റിക്കലാണല്ലോ ഇത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ചാനലിന് വേണ്ടിയിട്ട് എന്നോട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. കണ്ടിട്ടുണ്ട്. അതെ. ഞാൻ ചോദിച്ചു, പിന്നെ ഈ PWD മിനിസ്റ്ററായിരുന്ന MK മുനീർ എക്സ്പ്രസ് ഹൈവേ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ എക്സ്പ്രസ് ഹൈവേ കേരളത്തിൽ വരുന്നതിന് ഇടതുപക്ഷം ശക്തമായി എതിർക്കുകയുണ്ടായി. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു സംശയം, ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേ കൊണ്ട് പാവപ്പെട്ടവർക്ക് എന്താ ഗുണം എന്നതായിരുന്നു. എനിക്കപ്പോൾ ഒരു സംശയം ഉണ്ടായി. എത്രയോ കാലമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലം കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ജനങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുകയാണല്ലോ. ഇവരൊക്കെ പണക്കാരായി. എന്നിട്ടൊരു കാറ് വാങ്ങിച്ചു. ഇത് എക്സ്പ്രസ് ഹൈവേ കൂടെ ഓടിച്ചൂടെ? ഈ പാവങ്ങൾ ഒരു കാലത്തും കാറ് വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് വരില്ല എന്ന് നിങ്ങൾ ഇപ്പം തന്നെ തീരുമാനിച്ചിട്ടാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിൽ? അദ്ദേഹം കുറേ നേരം ചിരിച്ചു. എന്നിട്ട് മറുപടി പറഞ്ഞാൽ എന്താ അറിയാം, ഞങ്ങൾ അതുകൊണ്ടല്ല, പിന്നെ എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടിയിട്ട് മുനീർ എടുത്ത തീരുമാനങ്ങൾ പലതും സുതാര്യമായിട്ടല്ല ഒന്നും നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഭാഗം ആ ചാനലിൽ നിന്ന് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തു. ഇപ്പൊ ഇടതുപക്ഷത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ അവരത്രമേൽ തിരിച്ചു വരാത്ത രീതിയിൽ അവര് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണോ? അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളാണ്. വെച്ചാൽ സമ്പന്നത എന്തെന്നറിയാത്തവൻ്റെ കയ്യിൽ സമ്പത്തും കൂടെ ശക്തമായ രീതിയിലുള്ള അധികാരവും വരുമ്പോൾ എന്തും കാണിച്ചു കൂട്ടാവുന്ന ഒരവസ്ഥയിൽ അവർ എത്തുകയാണ് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ലോകത്തെല്ലാ സ്ഥലത്തും പ്രശ്നമാണ്.
ക്യൂബയിൽ പിന്നെ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ചൈന ചൈനയിൽ ഞാൻ രണ്ട് തവണ പോയതാണ്. 144 കോടി ജനങ്ങളാണ് അവിടെയുള്ളത്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എല്ലാവരും എന്നാണല്ലോ പറയുന്നത്. പക്ഷെ 45 ലക്ഷം അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 1 കോടിയുടെ പകുതിയിലും താഴെ 45 ലക്ഷം. അതിൽ 30 ലക്ഷം പേര് കോടീശ്വരന്മാരാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സങ്കല്പമേ അല്ല. ഞാൻ ഗം ചൗ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ അവിടെ ഒരു ഫ്ലൈ ഓവറിൽ കയറി കുറേ ദൂരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയാണ്. ഈ ഫ്ലൈ ഓവർ അവസാനിക്കുന്നില്ല. താഴെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാണാൻ വയ്യ, ഇരുട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഫ്ലൈ ഓവർ ഇത്രയും ദൂരം എന്തിനാണ്? താഴെ കൃഷിയാണ്. കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പണിയാണ്. 65 കിലോമീറ്ററാണ് ഫ്ലൈ ഓവർ. അതെനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ അഴിമതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പൈസ അവർ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ചിലവാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. പാടം നികത്തിയാണ് റോഡ് പോകുന്നത്. ഇവിടെ പാടം നികത്തിയിട്ടാണ്. വേറെ അലൈൻമെന്റ് ഇല്ലാന്ന് പറയും. ഇല്ലാന്ന് പറയും. അങ്ങനെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർ ഇപ്പൊ ആരും തന്നെ കേരളത്തിൽ ഇല്ല എന്ന് വേണേൽ പറയാല്ലേ? കാരണം പ്രകൃതിയോട് ഇല്ല. ഇവിടെ പെരിയാറിൻ്റെ കരയിൽ 80 ഫാക്ടറികൾ റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഫാക്ടറികളുണ്ടെന്നാണ് കണക്ക്. അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ മുഴുവൻ പെരിയാറിൽ ഒഴുക്കുകയാണ്. ഇത് കാലാകാലങ്ങളിൽ രാഷ്ട്രീയക്കാർക്ക് കാശ് കൊടുത്തിട്ട് ഈ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് കളയാനുള്ള സംവിധാനം ചെയ്യാൻ കുറച്ചുകൂടെ കാശ് ചിലവാകും. ആ കാശ് ചിലവാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പെരിയാറിലേക്ക് തള്ളുന്നത്. പശ്ചിമഘട്ടത്തിൽ ആയിരക്കണക്കിന് ക്വാറികളുണ്ടെന്നാണ് പറയുന്നത്. ഈ ഉരുൾപൊട്ടലും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ഇനിയൊരു സുരക്ഷിത മഴക്കാലം കേരളത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇത് ഈ രീതിയിൽ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരിക്കൽ ബത്തേരി ഭാഗത്ത് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു ഏരിയ മുഴുവൻ ഉള്ള പാറക്കെട്ടുകൾ പൊട്ടിച്ച് ആ നാടിന് തകർത്ത് കളയുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാനേ പറ്റില്ല. ചെറിയൊരു ക്വാറി ആയിരിക്കും അത്, അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഏതൊക്കെ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ അഴിമതിക്കാരെ പിടിക്കാനുള്ള ശരിയായ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അത് ഉണ്ടെങ്കിൽ നാട് കുറച്ചുകൂടി രക്ഷപ്പെടുമായിരുന്നു. പണ്ട് സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ AKG, പാട്ടിയും ഗോപാലൻ, ചട്ടമ്പി സ്വാമികളൊക്കെ സാറിന്റെ ജീവിതത്തിൽ കുറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെ. പ്രത്യേകിച്ച് AKGയുടെ ഒക്കെ ജീവിതം വായിച്ചിട്ടൊക്കെ സാറിന് ഏറ്റവും കൂടുതൽ ആകർഷണീയത തോന്നിയിട്ടുള്ളത് എന്താണ്? അതും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും തട്ടിച്ചു നോക്കുമ്പോൾ ഒരു അന്തരം ഉണ്ടല്ലോ, അതെ, നിസ്വാർത്ഥമായിട്ടുള്ള അതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവുക എന്നുള്ള കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നതാണല്ലോ നിസ്വാർത്ഥമല്ലാത്ത സേവനം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ്. ഞാനിപ്പം AKG എന്ന് പറയുന്നയാളുടെ പിന്നെ ജീവിതകഥ ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അതപ്പോൾ അതിലൊക്കെ അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുവായിട്ടുള്ള സംഘടനയിലൊക്കെ, സംഘടനയല്ല, ഒരു സംഘം ചേർന്നിട്ട്
പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസ്സിൽ വന്നത്. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നത്. ഒരു മനുഷ്യൻ ദുരിതമനുഭവിക്കുന്ന കാണുമ്പോൾ അയാൾക്ക് ആ ദുരിതത്തിൽ നിന്ന് അയാൾ കരകയറണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയായൊരു വികാരമാണെങ്കിൽ നമുക്കത് നല്ല കാര്യമാണ്. അതിൽ നിന്ന് പിന്നെ അവനെ രക്ഷപ്പെടുത്തുന്നതിലൂടെ ഞാൻ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന പരിപാടിയാണ് ഇപ്പം കൂടുതൽ. പക്ഷേ അവൻ രക്ഷപ്പെടുകയില്ല, ഞാൻ മാത്രം രക്ഷപ്പെടുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ യാതൊരു രക്ഷയില്ല. ഇപ്പം ഇവരൊന്നും നീ നന്നാവും എന്ന് പ്രതീക്ഷ എനിക്കില്ല. പ്രത്യേകിച്ച് നമ്മളൊരു പ്രളയമൊക്കെ കഴിഞ്ഞ് ആദ്യ പ്രളയത്തിൽ നിന്ന് നമ്മൾ മുക്തരായിട്ടില്ല. പലരും അതിൻ്റെ കെടുതികൾ ഇപ്പോഴും അനുഭവിക്കുന്നു. അതിനിടയ്ക്കാണ് രണ്ടാമതിപ്പം മിന്നൽ പ്രളയം വന്ന് ഇത്രയും വലിയ ദുരന്തം കണ്ടതും. അപ്പോൾ സർക്കാർ ഉറപ്പ് തരും, നമ്മൾ കൂടെ ഉണ്ടാകും, അതിജീവിക്കും നമ്മൾ എന്നൊക്കെ പറയുമ്പോഴും അതിലൊരു വിശ്വാസമില്ല. അല്ല, കണ്ണ് പൊടിയിടാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഇവർ ഇന്ന് ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അന്ന് ചെയ്തില്ല എന്നൊക്കെ പലരും പരാതി പറയല്ലോ. എന്ത് ബാലിശമായ വിമർശനമാണ് ഇവരൊക്കെ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടും. ബാലിശം എന്നുള്ള വാക്കാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബാലിശം. ആ ഒറ്റ വാക്കിൽ ഈ വിമർശകരൊക്കെ ഇവർ ശരിപ്പെടുത്തും. എന്ത് ബാലിശമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് 2-3 കഥകൾ പറയും. കുട്ടനാട്ടിൽ അങ്ങനെ ചെയ്തു, കുട്ടനാട്ടിൽ ഇങ്ങനെ ചെയ്തു. ചെയ്യാത്ത ആൾക്കാരുടെ കണക്കപ്പം പറയേണ്ട ആവശ്യമില്ല. ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രം പറയും. അത് കാണും. അത് തന്നെ ആർക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുണ്ട്? സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി ചെയ്യും. അങ്ങനെ ഒരു ആരോപണം പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പാർട്ടിക്കാർക്ക് മാത്രമാണ് സഹായം കൊടുത്തത്. പാർട്ടിക്കാർക്ക് വേണ്ടി സഹായം കൊടുക്കും. അതാണ് അവിടെയും പാർട്ടി നോക്കും എന്നുള്ളതാണ്. അപ്പം പിന്നെ എന്ത് കാര്യം? ഇതിൽ ആത്മാർത്ഥത ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായല്ലോ. സാറിന്റെ പല നിലപാടും കേൾക്കുമ്പം ചിലപ്പോൾ തോന്നും സാർ UDF-നെതിരാണ്, ചിലപ്പോൾ തോന്നുന്നു LDF-നെതിരാണ്, ചിലപ്പോൾ തോന്നുന്നു ഹിന്ദുത്വക്കെതിരാണ്. യഥാർത്ഥ രാഷ്ട്രീയ നിലപാട് എന്താണ്? ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളല്ല ഞാൻ. അതല്ല, അത് തന്നെയാണ് നിലപാട്. പക്ഷേ എനിക്ക് രാഷ്ട്രീയമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് എൻ്റെ രാഷ്ട്രീയം. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിയിലാണ്. കക്ഷിയിലാവണം. അതില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനൊരു പിന്നെ ചേരാൻ പറ്റിയ ഒരു പാർട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും പാർട്ടികൾ മറ്റേതെങ്കിലും പാർട്ടികൾ ഭേദപ്പെട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ഭരണം വിലയിരുത്തുമ്പം കേന്ദ്രവും കേരളവും തമ്മിൽ വിലയിരുത്തുമ്പം എന്താ തോന്നാറുള്ളത്? അല്ല, ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി എനിക്കിത് തന്നെയാണ് അഭിപ്രായം. അപ്പോൾ അധികാരവും സമ്പത്തും ആരുടെ കയ്യിൽ കിട്ടുന്നു, അവർ വേണ്ടുന്ന പോലെയൊക്കെ പിന്നെ ഒന്നുകിലും അവർ ചിലപ്പോൾ അങ്ങനെ രക്ഷപ്പെടുന്നതെന്ന് ചില പാർട്ടി ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളുണ്ടല്ലോ, അതിലേക്ക് കോൺട്രിബ്യൂട്ടീവ് ആയിരിക്കും. അപ്പോൾ പാർട്ടിക്കാരൊക്കെ സഹായിക്കും ലാസ്റ്റിൽ. അഴിമതിയെ സഹായിക്കും. സാറ് പറഞ്ഞ പല കാര്യങ്ങളും പല രീതിയിൽ ആൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുകയും അല്ലേ, പ്രത്യേകിച്ച് സൈബർ സ്പേസിൽ വലിയ ആക്രമണം ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഹോട്ടൽ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത്, ക്യാൻസർ സെൻ്ററുകളെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ ഇപ്പം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ആണ് നിലനിൽപ്പിന് പിന്നെ വലിയ ബുദ്ധിജീവിക്കും ഒരു പിന്നെ ബുദ്ധിയില്ലാത്ത ജീവിക്കും ഒക്കെ നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം ആവശ്യമാണ്. ആ ഭക്ഷണത്തിൽ കംപ്ലീറ്റ് മായമാണ്. അതുപോലും നമ്മുടെ ഗവൺമെൻറ് നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനം ഇവിടെയില്ല. ഇവിടുത്തെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള പല മെത്തേഡുകളും ഉണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. ഈ നമ്മുടെ വേപ്പിലയും തുളസിയിലയും പിന്നെ അങ്ങനത്തെ കുറച്ച് ഇലകളൊക്കെ ചേർത്തിട്ടുള്ളൊരു
സാധനം കൊണ്ട് വെള്ളം നല്ല പരിശുദ്ധമായ രീതിയിൽ ആക്കുന്നതിന് വേണ്ടുന്ന പരിപാടികൾ ഇവിടെയുണ്ട്. ആഫ്രിക്കൻ പായൽ നിസ്സാരമായ രീതിയിൽ അവസാനിപ്പിക്കാനുള്ള ഇതേപോലത്തെ ഹെർബൽ സ്പ്രേ ഉണ്ട്. പക്ഷെ ഇതുപോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അന്വേഷിക്കണം. ഇതൊക്കെ ഭരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അന്വേഷിക്കാനുള്ള താല്പര്യമേ കാണുന്നില്ല. ഒന്ന് സാറ് തിരിച്ചു വരില്ല എന്ന ഒരു അവസരത്തിൽ നിന്നിട്ടാണ് തിരിച്ചു വന്ന് ഞാൻ പ്രകാശൻ എഴുതിയത് അല്ലെ. അതിനുശേഷം വീണ്ടും എല്ലാരെയും പേടിപ്പിച്ച് കുറച്ച് ദിവസം ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇനി മരണത്തെ പേടിയില്ല എന്നാണ് ഈ രോഗാവസ്ഥ കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞത്. മരണം അത്ര പേടിക്കേണ്ട കാര്യമല്ല എന്നാണോ? ജീവിക്കാനാണോ പേടി വേണ്ടത്? ജീവിക്കാനും പേടിക്കാതിരിക്കുന്ന നല്ലത്. നമ്മൾ ഈ മരിക്കുന്ന ഘട്ടമാകുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രമേ നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമുള്ളൂ. ഒരുപാട് പെയിന് അങ്ങനെയുള്ള മരണം ഉണ്ടെങ്കിൽ പേടിക്കണം. ആ പെയിനൊക്കെ അനുഭവിക്കണ്ടേ? അല്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയെ ഞാൻ കടന്നു പോയിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാത്ത രീതിയിൽ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതായത് ഇപ്പോൾ 500 കോടി ബാങ്ക് ഡെപ്പോസിറ്റുള്ള ഒരാളും ഒരു പൈസ ഇല്ലാത്ത ഞാനും ഒരുമിച്ചൊരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയാൽ ഞാനും ഒരുപോലെ തന്നെ. അയാളുടെ കോടികളൊന്നും അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ബാങ്കിൽ തന്നെ കിടക്കും. എൻ്റെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഞാനും കൊണ്ടുപോകില്ല. അല്ലെ, ഉണ്ടോ തന്നെ കൊണ്ടുപോകില്ലല്ലോ. പേടിക്കാനുള്ളത്. മരിക്കാതെ തിരിച്ചു വന്നു, അല്ലെങ്കിൽ മരണത്തെ നേരിൽ കണ്ട് തിരിച്ചു വന്ന വ്യക്തിയാണല്ലോ. അതിനുശേഷം ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ? ഞാൻ പുകവലി പൂർണ്ണമായിട്ട് നിർത്തിക്കളഞ്ഞു. കഴിയുന്നിടത്തോളം കാലം ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ചെയ്യാൻ. നമ്മുടെ സിനിമ സ്വപ്നങ്ങൾ അവസാനിക്കുന്നേ ഇല്ല. സിനിമ ആഗ്രഹങ്ങൾ, സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നത്, സിനിമയിൽ അഭിനയിക്കുന്നത്, ആ ആഗ്രഹങ്ങൾ ഒക്കെയാണ് നമ്മളെങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് സിനിമ എന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടറായിട്ട് എൻ്റെ മനസ്സിലുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ സിനിമ കാണുന്നതും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അത് തന്നെയാണ് സിനിമ കാണലും, സിനിമയ്ക്ക് വേണ്ടി കഥകൾ ആലോചിക്കലും, കഥകൾ വേണ്ടെന്ന് വെക്കലും. ഇപ്പോൾ സിനിമ ആലോചനയുണ്ട്. സിനിമ ആലോചനയുണ്ട്. അതിൻ്റെ വിഷയം തീരുമാനിച്ചിട്ടുണ്ടോ? ഏകദേശം. പക്ഷേ കുറച്ചുകൂടെ സംസാരിച്ചിട്ട് അത് തന്നെ ആയിരിക്കുമോ എന്ന് ഉറപ്പായിട്ടില്ല. ഇപ്പൊ പറയാറായിട്ടില്ല. ഇല്ല. ഇതിപ്പോ ഒരു ഓണക്കാലമാണല്ലോ. നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു ഓണമൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഇഷ്ടംപോലെ പൂപ്പറിക്കാൻ പല സ്ഥലങ്ങളിലും ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ഓർമ്മയുണ്ട് എനിക്ക്. ഈ അത്തരം ഓർമ്മകൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മാത്രമുള്ള ഒരു കണ്ണൂർ ജില്ലയിൽ പ്രധാനമായിട്ട് ഈ ഓണം വിഷു കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആട്, കോഴി, മീൻ ഇതൊക്കെ മരിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. നോൺ വെജ്. അതെ, ഇപ്പോഴും അങ്ങനെയാണ്. അതുവരെ നോൺ വെജ് ഉപയോഗിക്കാത്ത ആൾക്കാരെ വരെ ആ കാലഘട്ടമാകുമ്പോൾ ഫെസ്റ്റിവൽ ആണല്ലോ. അതെന്താ കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഐശ്വര്യത്തിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ സമൃദ്ധമായിട്ട് മറ്റു പലപ്പോഴും കഴിക്കാത്ത കാര്യങ്ങളൊക്കെ ആ സമയവും കഴിക്കണം എന്നാണ്. വേറെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല. ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെജിറ്റേറിയൻ ആണ്.